ഹലോ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോണത് ഒരു ഹെവി സാധനമാട്ടാ. എങ്ങനെയുണ്ട്? ഫ്രോങ്സിന്റെ ഒരു അഡീഷണൽ സ്പോട്ട് കിറ്റ് കിട്ടിയുള്ള ഐറ്റംസ് ആണ് നമ്മൾ നോക്കാൻ പോണേ. ഫ്രണ്ടിലത്തെ ആ ഒരു സ്കിഡ് പ്ലേറ്റ്, ബാക്കിലത്തെ ഒരു സ്കിഡ് പ്ലേറ്റ്, സൈഡിലത്തെ ഡോർ പ്രൊട്ടക്ടർ, അതുപോലെ തന്നെ നമ്മുടെ റെയിൻ ഗാർഡ്, സൈഡിലത്തെ എന്താ പറയുക, കുറച്ച് അഡീഷണൽ ആയുള്ള സാധനങ്ങൾ ചെയ്തിട്ടുള്ള വണ്ടിയാണ് നമ്മൾ നോക്കാൻ പോണത്. നമുക്കിത് വേണമെങ്കിൽ ബേസ് ഓപ്ഷനിലും ചെയ്യാം, ഫുൾ ഓപ്ഷനിലും ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോ കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പോൾ ഫസ്റ്റത്തെ മാറ്റങ്ങൾ നമുക്ക് നോക്കി നോക്കാം. ഈ ഫ്രണ്ടിലുള്ള ഗ്രില്ല് കണ്ട, സുസുക്കിയുടെ ലോഗോൻ്റെ മുകളിൽ ഒരു റെഡ് ലൈൻ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അത് മാത്രമല്ല, ക്ലാഡിങ്സ് കണ്ട, ടയറിൻ്റെ മുകളിലുള്ള റെഡ് ലൈൻ, താഴത്തെ സ്കിഡ് പ്ലേറ്റ് കണ്ട. ഈ സുസുക്കിയുടെ മുകളിലുള്ള റെഡ് ലൈൻ ഈ സംഭവമാണ് ഗൈസ്. ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കില്ലെങ്കിലും ഈ ഒരു സംഭവം കണ്ട, ദൂരെ നിന്ന് ജാതി ഭംഗിയാട്ടാ. താഴത്തെ ആ സ്കിഡ് പ്ലേറ്റിലുള്ള റെഡ് കളറൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇതൊക്കെ അഡീഷണൽ കിറ്റുകളാട്ടാ. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇതേ സെയിം സാധനങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വീലാർച്ച് കണ്ട, ക്ലാഡിങ്സ് കാണാം, അവിടുത്തെ ആ ലെഫ്റ്റ് സൈഡിലുള്ള ഡോർ പ്രൊട്ടക്ടർ കാണാം, ഈ ഒരു സംഭവം കണ്ട. അതുപോലെ ബാക്ക് സൈഡിൽ ക്രോം, എല്ലാ ഐറ്റംസിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ ഇതിൽ പറഞ്ഞുതരാം. ഇതിനൊന്നും അത്ര വലിയ പ്രൈസ് ഒന്നുമില്ല, പക്ഷെ നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഹെവി ലുക്ക് കൂട്ടാൻ പറ്റും കേട്ടോ നമുക്ക് ഇങ്ങനെ ചെയ്യണേൽ. നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ, ബേസ് ഓപ്ഷനിലും ഫുൾ ഓപ്ഷനിലും ഒരേപോലെ തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് ഭംഗി കൂട്ടാനായിട്ടുള്ള ഐറ്റംസ് ആണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ പെയിൻറ്റ് പ്രൊട്ടക്ഷനും കിട്ടും നമുക്ക് താഴ്ഭാഗത്ത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിൽ നമുക്ക് സൈഡ് ബീഡിങ് റെഡ് കളറിൽ ചെയ്യാനായിട്ട് 1800 വരെ അടുത്ത് വരും നമുക്ക്. അതുപോലെ തന്നെ റെയിൻ ഗാർഡ് വിത്ത് ക്രോമാണ് ചെയ്യാനുള്ളതാണെങ്കിൽ 2190 രൂപ അതിന് വരും 4 പീസിന്. ഇതിൽ ക്രോം ഇല്ലാത്ത പീസാണ്. ഫ്രണ്ട് ഗ്രില്ലിൽ ആ റെഡ് ലൈൻ കണ്ടില്ലേ, അതിന് നമുക്ക് 490 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. സീറ്റ് കവർ, ജെന്യൂൻ സീറ്റ് കവറിനാണെങ്കിൽ നമുക്ക് 10,000 രൂപയുടെ അടുത്ത് നമ്മുടെ മാരുതിയിൽ ജെന്യൂൻ അക്സസറീസിൽ വരുന്നുണ്ട്. ഇതിനൊക്കെ റേറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ വരുന്നുള്ളൂ. കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരില്ല, കുറേ ഉണ്ടാവുള്ളൂ കൂടുതലും. അഡീഷണൽ ആയിട്ട് ഫുൾ ക്ലാഡിങ് കിറ്റ് കയറ്റാനായിട്ട് 8500 രൂപയാണ് വരുന്നത്. ഈ സൈഡിലത്തെ ഞാൻ പറഞ്ഞില്ല, ആ ഡോറിൻ്റെ സൈഡിലും ചുറ്റിലുള്ള ക്ലാഡിങ്സ് കാണാനായിട്ട് ആ സ്കിഡ് പ്ലേറ്റ് ഒക്കെ വരുന്ന ആ ഒരു കിറ്റിന് വരുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറിലെ കാര്യമുള്ള മാറ്റങ്ങളൊന്നും നമ്മൾ കാണാൻ പറ്റില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ ഈ ഒരു വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ ലുക്കും കാര്യങ്ങളും. ഇതിൽ വേണമെങ്കിൽ നമുക്ക് സീറ്റ് കവർ ചെയ്യാം, താഴത്തെ മാറ്റ് ചെയ്യാം. അഡീഷണൽ ആയിട്ട് ഇതിലും ഒരുപാട് ഐറ്റംസ് ചെയ്യാൻ പറ്റും നമുക്ക്. മഡ് ഫ്ലാപ്പ് ചെയ്യാനായിട്ട് നമുക്ക് 790 രൂപയാണ് ചാർജ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ നോർമലായിട്ട് ചെയ്യാൻ പറ്റിയുള്ള ഐറ്റംസ്. ഇതിനും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റൂട്ടാ. ഇതൊക്കെയാണ് വണ്ടിയുടെ ഓവറോൾ വ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടെ. കൂടുതൽ വീഡിയോസിനായിട്ട് ഞാൻ താഴെ ഇതൊക്കെ ചെയ്യാനുള്ള എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ കൊടുക്കാം.